Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? No, ma'am. Doubt ഒന്നുമില്ല. നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെ വരെയാ നിർത്തിയത്? Conduct regular in house. നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെ? അത് തുടങ്ങിയാണ് എടുക്കാനുള്ളത്. എന്തായാലും വായിച്ചു നോക്കണോട്ടോ. എന്തായാലും ഒന്നിച്ച് വെക്കാൻ നിൽക്കരുത്. എടുക്കുന്നത് അപ്ഡേറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CMMS കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ CMMS കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്താണ് CMMS എന്ന് പറയുന്നത്? അതിന്റെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞു നോക്കിയേ. CMMS എന്ന് പറയുന്നത് ആക്ച്വലി അതിനെ കുറിച്ചിട്ടാണ് ഈ നെക്സ്റ്റ് ക്ലാസ് എടുക്കാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് അല്ലെ? കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ? ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞത്. ഇനി അത് എന്താണെന്നുള്ളത് പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലില് ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്കറിയാം ചില സോഫ്റ്റ്വെയറുകളെല്ലാം ചില ഹോസ്പിറ്റലുകൾ അല്ലെ അത് പ്രധാനമായിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും, നടപ്പാക്കാനായിട്ട് ശ്രമിക്കും. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ അഡ്വാൻറ്റേജസ് അല്ലെ അതിൻ്റെതായ കുറെ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിന് പ്രധാനപ്പെട്ട പല സവിശേഷതകളുമുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാല് ഇംപ്ലിമെന്റേഷൻ കൊണ്ട് ഈ ഒരു കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അതിൽ പ്രധാനമായിട്ടും എടുത്ത് പ്രതിപാദിക്കുന്നത്. അതിന് വ്യത്യസ്ത തരത്തിലുള്ള സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഗുണങ്ങൾ ആ ഹോസ്പിറ്റലിനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു എക്യുപ്മെന്റ് കേടാവുന്നതിന് മുമ്പ് തന്നെ അതിനൊരു സിഗ്നൽ അല്ലെ ആ ഒരു ഇത് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്ന് പറഞ്ഞ മാത്രമേ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇപ്പൊ തൊഴിലാളികളുടെ ഇടയിലുള്ള എന്തെങ്കിലും മെയിൻ്റെനൻസ് പ്രോബ്ലം ആണെങ്കിലും ബഡ്ജറ്റിംഗ് ലെവലിലുള്ള എന്തെങ്കിലും മെയിൻ്റെനൻസ് പ്രോബ്ലം ആണെങ്കിലും അതല്ലെങ്കിൽ സുരക്ഷാ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ അത് അപ്ഡേഷൻ ആയിട്ട് അല്ലെ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാര് സന്നദ്ധരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധയിൽപ്പെടും. അപ്പൊ അതിന്റെ പരിഹാര കാര്യങ്ങളെല്ലാം അവര് അതുമായി ബന്ധപ്പെട്ടൊക്കെ നിർദ്ദേശിക്കും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇതില് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ഈ പോയിന്റ്സുകളെല്ലാം തന്നെ ഫീച്ചേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഈ ഒരു CMMS-ന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ചിലപ്പോഴൊക്കെ സം ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഹെഡിങ്ങില് നിങ്ങൾ ഓരോ പോയിന്റ്സ് ആയതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഓഫ് CMMS എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. നോക്കാം. യു മൈറ്റ് ബി വണ്ടറിംഗ്, ഡു ഐ really need one more software solution? Well, let's look at what maintenance management encompasses. അതായത് നമ്മളിപ്പോ പെട്ടെന്ന് അല്ലെ നമ്മളിപ്പോ പറയുമ്പോ കേൾക്കുന്ന മാത്രമേ തന്നെ മനസ്സിലാവൂ, അയ്യോ ഇതെങ്ങനെയാ കോൺട്രാക്റ്റിന്റെ കാര്യവും ബഡ്ജറ്റിന്റെ കാര്യവും
അതല്ലെങ്കിൽ പീപ്പിൾസിന്റെ അവിടെയുള്ള തൊഴിലാളികളുടെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെയുള്ള മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഇതെങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അല്ലെ ഒരു പ്രത്യേകമായിട്ട് അല്ലെ നമുക്കൊരു ശ്രദ്ധ കാര്യം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാ ഒരു വണ്ടർ അല്ലെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഈ CMMS എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഓക്കെ, അതിൽ നിന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പ്രധാനമായിട്ട് സവിശേഷതകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അല്ലെ നമ്മൾ റെക്കോർഡിംഗിൽ നമ്മൾ അത് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാലേ ഇപ്പൊ തൊഴിലാളികളൊക്കെ കറക്റ്റ് പ്രസന്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് പ്രസൻസ് കാണും. അതല്ലെങ്കിൽ എന്താണ് മറ്റു നമ്മളിപ്പോ എന്തെങ്കിലും എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ ബഡ്ജറ്റ് ചെയ്ത് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കും. തീർച്ചയായിട്ടും അത് വിനിയോഗിക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ അതിന്റെ എമൗണ്ട് അല്ലെ കുറഞ്ഞു വരും. അപ്പൊ നമുക്കറിയാം ബാക്കി അല്ലെ അവശേഷിപ്പ് എന്തുണ്ട്, ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ തൊഴിലാളികൾ ഇനി കുറവുണ്ടോ, ഷോർട്ടേജുകളുണ്ടോ അല്ലെ. അതേമാതിരി തന്നെ നമ്മളിപ്പോ കോൺട്രാക്ട് അല്ലെ എന്തെങ്കിലും ഏർപ്പെടുത്തുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ അവര് സ്പെയർ പാർട്ട് ഒക്കെ തരുന്നുണ്ടോ, അവിടത്തെ സ്പെയർ പാർട്സിന്റെ ഒക്കെ എന്തെങ്കിലും ദൗർലഭ്യം കാണിക്കുന്നുണ്ടോ. അപ്പൊ സിസ്റ്റത്തില് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഗുണകരമാണ് അല്ലെ. ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നൊക്കെ പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സോഫ്റ്റ്വെയർ അത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അപ്ഡേഷൻ മാച്ച് ചെയ്യാനും എന്താണ് പ്രോബ്ലം എന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാനും സാധിക്കുമെന്ന്. അപ്പൊ അതിന്റെ ഓരോ പോയിന്റ് വൈസ് ജസ്റ്റ് നോക്കാം. എന്താണ് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഒരു ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകാം. CMMSന്റെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത് വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. എന്താണ് പറയുന്നത്, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. എന്നോടൊപ്പം തന്നെ പഠിച്ചു പോകാട്ടോ. അല്ലെങ്കിൽ ഒന്നിച്ചത് ക്യാച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ പേജ് എടുക്കുമ്പോൾ നമുക്ക് വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനിൽ പറയുന്നത് പ്ലാനിങ്, റൂട്ടീൻ ആൻഡ് പ്രിവെന്റീവ് വർക്ക്. അതായത് നമുക്ക് സാധാരണ ദൈനംദിന വർക്കുകൾ അല്ലെ അതിന് മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വരുത്താനായിട്ട്. നമുക്കറിയാം നാളത്തെ ഡ്യൂട്ടിക്ക് പേഴ്സൺസ് മസ്റ്റ് ആയിട്ടും അവിടെ ഉണ്ടാവണം അല്ലെ. എക്യുപ്മെന്റ്സ് മസ്റ്റ് ആയിട്ട് അവിടെ വേണം, അല്ലെങ്കിൽ സ്റ്റോക്ക് ആയിട്ട് ഇൻവെന്ററി അവിടെ മസ്റ്റ് ആയിട്ട് വേണം. നമ്മള് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രദാനം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നേരത്തെ കൂട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ റൊട്ടീൻ ആയിട്ടുള്ള പ്ലാനുകൾ അല്ലെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി പോകാനായിട്ട് നമുക്കറിയാം. ആ ഒരു ഡേ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് എല്ലാവരും പ്രസന്റ് നോക്കിയാണ്. ആർക്കും ലീവും കാര്യം അല്ലെ അങ്ങനെ എന്തെങ്കിലും തന്നെ ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പൊ വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനിൽ പ്ലാനിങ്, റുട്ടീൻ ആൻഡ് പ്രിവെന്റീവ് വർക്ക്. റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളും പ്രിവെന്റീവ് വർക്ക് അതിന് മുൻകരുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ കറക്റ്റ് ആയിട്ട് കാണിക്കും. മാനേജിങ് വർക്ക് റിക്വസ്റ്റ്, അതായത് ഇൻ കേസ് എന്തെങ്കിലും അപേക്ഷകൾ ഉണ്ടെങ്കിൽ അല്ലെ ചില വർക്കുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മുൻകൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും തീരുമാനം എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ ഒരു ഡെയിലി വർക്കിന്റെ ഒരു ചാർട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്തിലൂടെ, ഏത് ഫീച്ചറിലൂടെ, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ഫീച്ചർ അനുസരിച്ചിട്ട് ഡെയിലി ഉള്ള വർക്കിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് കിട്ടുമെന്നുള്ളത്. അത് എന്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെ കുറിച്ചിട്ടാണ്. CMMSന്റെ CMMSന്റെ സവിശേഷതയാണ്. അതിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്ന ഫീച്ചർ അസറ്റ് മാനേജ്മെന്റ്. നോക്കാം, അസറ്റ് മാനേജ്മെന്റ്. അസറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മൂലധനം അല്ലെ. അവിടെ കറക്റ്റ് ആയിട്ട് മൂലധനത്തിന്റെ ഒരു മാനേജ്മെന്റ്, അസറ്റിന്റെ ഒരു മാനേജ്മെന്റ് വേണം. മാനേജിങ് അസറ്റ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ. അതായത് നമുക്കറിയാം ആ ഒരു ആസ്തികൾ അല്ലെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അത് എന്താണ്, എത്രത്തോളം ആസ്തികളെ നന്നായിട്ട് തന്നെ വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആ ഒരു ഇത് അല്ലെ ആ ഒരു ഫീച്ചറിൽ ആ CMMSന്റെ ആ ഒരു ഇതിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആസ്തികളൊക്കെ മൂല്യമുള്ള ആസ്തികളാണോ, ഒന്നും ഡെഡായിട്ട് കിടക്കുന്നില്ല. ഇൻ കേസ് ആസ്തികളുടെ ദൗർലഭ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ഫീച്ചർ എന്താണ്, അസറ്റ് മാനേജ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ഫീച്ചർ എന്താ പറഞ്ഞത്, വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ.
നെക്സ്റ്റ് വണ് അസറ്റ് മാനേജ്മെന്റ്. തേർഡ് വൺ പറയുന്നത് പീപ്പിൾ മാനേജ്മെന്റ്. എന്താണ് പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പീപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അവിടെ. ഓക്കെ, സ്റ്റാഫ്. യെസ്, ഹയറിംഗ് എന്താണ്? ഓക്കെ, ഹയറിംഗ് ആൻഡ് ബോർഡിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് മെയിൻ്റനൻസ് വർക്കേഴ്സ്. അതായത് നമുക്കറിയാം ഈ പേഴ്സൺസ് അവിടെ സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും വേണം. അവരെ കുറച്ചു പേർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ക്ഷണിക്കണം അല്ലെ. വീണ്ടും വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്ത് അവരെ നേടിയെടുക്കേണ്ടതുണ്ട്. അവിടെ ഓക്കെ ഓൾറെഡി വലിയ പ്രശ്നമൊന്നുമില്ലാതെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മതിയായ സ്റ്റാഫുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അപ്പൊ പീപ്പിളിനെ കുറിച്ചിട്ട് അവിടെയുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഇപ്പൊ 2-3 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. എന്താണ്? വർക്ക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, അത് ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അസറ്റ് മാനേജ്മെന്റ്. തേർഡ് വൺ പീപ്പിൾ മാനേജ്മെന്റ്. ദെൻ എന്താണ് ഫോർത്ത് വൺ പറഞ്ഞു നോക്കാം, ബഡ്ജറ്റ് മാനേജ്മെന്റ്. ബഡ്ജറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, നമ്മൾ എപ്പോഴും ഒരു ബഡ്ജറ്റ് ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഒന്നിച്ച് അല്ലെ അവലോകനം നടത്തിയിട്ട് ഇന്ന കാര്യങ്ങൾക്ക് ഇത്രയും ഫിനാൻസ് നമ്മൾ നീക്കി വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് അല്ലെ പബ്ലിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫണ്ട് നീക്കി വെക്കാം, പബ്ലിക്കിന്റെ ഇടയിൽ എന്തെങ്കിലും പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ഫണ്ട് നീക്കി വെക്കാം, സ്റ്റാഫുകളുടെ എന്തെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത്രയും ഫണ്ട് നീക്കി വെക്കാം. അങ്ങനെ ബഡ്ജറ്റ് അല്ലെ ഓരോ വിഭാഗത്തിനൊക്കെ ആയിട്ട് തീരുമാനിക്കുന്ന ഒരു അവലോകനമാണ്. അപ്പൊ അതിനെന്താ പ്രധാനമായിട്ടും പറയുന്നത്? മാനേജിങ് മെയിൻ്റനൻസ് ബഡ്ജറ്റ് ആൻഡ് മെയിൻ്റനൻസ് റിലേറ്റഡ് എക്സ്പെൻസസ്. അതായത് എന്താണോ ബഡ്ജറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ എന്തോരമാണ് അല്ലെ, അതൊക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്കറിയാം വീണ്ടും എക്സ്പെൻസ് ഒക്കെ കൂടുന്നതനുസരിച്ചിട്ട് വീണ്ടും അവർക്ക് കൂടുതൽ അല്ലെ കണ്ടെത്തേണ്ട വരും, ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇൻ കേസ് ചില കാര്യങ്ങൾക്കൊക്കെ എക്സ്പെൻസ് പ്രതീക്ഷിച്ചതിനൊക്കെ കുറവായിട്ട് വരാം. മാക്സിമം മിക്കപ്പോഴും എന്താണ് എക്സ്പെൻസ് ഓവർ അല്ലെ കൂടുതലായിട്ടാണ് വേണ്ടി വരിക. എങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ട് കരുതി വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? കോൺട്രാക്ടർ മാനേജ്മെന്റ്. എന്താണ് കോൺട്രാക്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഹോസ്പിറ്റലിന് മാത്രം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ചില കാര്യങ്ങൾ ഇപ്പൊ എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയാണെങ്കിലും അതിന്റെ സ്പെയർ പാർട്സുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നെഗോഷിയേറ്റിംഗ് മെയിൻ്റനൻസ് കോൺട്രാക്ട്സ്. നമുക്ക് അല്ലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയാക്കാനായിട്ട് അല്ലെ അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം തൃപ്തിപ്പെടുത്താനായിട്ടും മെയിൻറ്റെയിനിങ് ഡീറ്റെയിൽസ് അറൌണ്ട് ഔട്ട്സോഴ്സ്ഡ്. അതായത് പുറത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ ഒപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണെന്നുള്ളത് വിശകലനമൊക്കെ ചെയ്യണം. മെയിൻ്റനൻസ് വർക്ക് അല്ലെ നിലവിലെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിലും നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോപ്പിയൊക്കെ ചെയ്യുന്നുണ്ടോ, സ്പെയർ പാർട്സുകളൊക്കെ ഔട്ട്സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ചില കാര്യങ്ങൾ അല്ലെ പുറത്തു നിന്ന് എന്തെങ്കിലും കോൺട്രാക്ടുകൾ ഏർപ്പെടുന്നുണ്ടെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗമൊക്കെ പണിയിപ്പിക്കാനൊക്കെ ആയിട്ട് കോൺട്രാക്ട് വർക്കിലേക്ക് ഏർപ്പെടുത്തും. അതേമാതിരി തന്നെ മെഷീനറി ആണെങ്കിൽ അല്ലെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു അല്ലെ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തു നിന്നുള്ള കോൺട്രാക്റ്റുമായിട്ടുള്ള എന്തെങ്കിലും മാനേജ്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഭാഗം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻ നടത്തി പരിഹരിച്ചു പോകാനും സാധിക്കുമെന്നുള്ളൂ. ലാസ്റ്റ് വൺ പറയുന്നത് MRO ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. എന്താണ് MRO എന്ന് പറയുന്നത്? മെയിൻ്റനൻസ് റിപ്പയർ അല്ലെ റിപ്പയർ ഓപ്പറേഷൻസ് ആണ്. MRO എന്ന് പറയുന്നത് മെയിൻ്റനൻസ് റിപ്പയർ ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, മെയിൻ്റനൻസ് റിപ്പയർ ഓപ്പറേഷൻ ഇൻവെന്ററി ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ ഇതേമാതിരി തന്നെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഓക്കെ അതിന്റെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നമുക്കറിയാം സ്റ്റോക്ക് അല്ലെ. അപ്പൊ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട അത് എത്രത്തോളം ഉണ്ട് അല്ലെ, എന്തെങ്കിലും ബാലൻസ്ഡ് സ്റ്റോക്ക് ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, നിലവിലുള്ള ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, കുറവുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാലൻസ് എത്രത്തോളം ഉണ്ട്, നാളത്തേക്കൂടി അല്ലെ ഈ ആഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെന്ററി ഒക്കെ സ്റ്റോക്ക് ഉണ്ടോ, അതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഇതായിരിക്കും ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ആ ഒരു പ്രത്യേക വിഭാഗമായിരിക്കും. നമുക്കറിയാം അത് എടുത്തു നോക്കുമ്പോൾ അല്ലെ ആ ഒരു ഫയൽ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെതായ ഓപ്പറേറ്റർ അപ്പൊ അതിൻ്റെതായ ഡീറ്റെയിൽസ് അവിടെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരും. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ സേവ് ചെയ്തിരിക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുണ്ട്. നെഗോഷിയേറ്റിംഗ് ഐറ്റം പ്രൈസസ്,
അതേമാതിരി തന്നെ ഓരോന്നിന്റെയൊക്കെ പ്രൈസുകൾ അല്ലെ അത് നമുക്ക് നോക്കി കണ്ടെത്താനായിട്ട് സാധിക്കും. മാനേജിങ് സ്പെയർ പാർട്സ് സപ്ലയേഴ്സ്, അതേമാതിരി തന്നെ ഇൻവെന്ററി ആയിട്ടുള്ള ഐറ്റംസിന്റെ സ്പെയർ പാർട്ടുകൾ അല്ലെ, നമ്മൾ എന്തെങ്കിലും സ്റ്റോക്കുകളുടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇന്ന സാധനങ്ങൾ നമുക്കറിയാം, ഒരു സംഭവത്തിന്റെ അഡീഷണൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ കൂടി കൂട്ടിച്ചേർത്താൽ മാത്രമാണ് അത് ഒന്നിച്ച് ഉപയോഗിക്കാൻ സാധിക്കൂ. അപ്പൊ നമ്മുടെ കയ്യിൽ അതിന്റെ ഒരു ഭാഗമുണ്ട്, നെക്സ്റ്റ് ഒരു ഭാഗം കൂടി ഉണ്ടായാൽ മാത്രമാണ് പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. നമുക്കൊരു എക്യുപ്മെന്റ്സ് ഒക്കെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിന് ഇടേണ്ട വസ്തുക്കൾ ഇല്ല എങ്കിൽ നമുക്ക് ആ മെഷീൻ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൻ്റെതായ വസ്തുക്കളുടെ എന്തെങ്കിലും അഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഷോർട്ടേജ് ഒക്കെ പെട്ടെന്ന് അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വിവിധ കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും കേസ് തൊഴിലാളികളുടെ കാര്യമാണെങ്കിലും അതേമാതിരി തന്നെ ബഡ്ജറ്റിന്റെ കാര്യമാണെങ്കിലും അസറ്റിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളുടെ കാര്യമാണെങ്കിലും ഇൻവെന്ററിയുടെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടും അത് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാനായിട്ടും സാധിക്കുമെന്നുള്ളത്. ഓക്കെ, അതാണ് ആ ഫസ്റ്റ്ലി പറയുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ചോദ്യം ചിലപ്പോഴൊക്കെ കാണുന്ന ഫീച്ചേഴ്സ് ഞാൻ എന്തായാലും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി തന്നെ പോകാം. ബഡ്ജറ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള അല്ലെ 1 by 1 ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ജസ്റ്റ് ആ ഹെഡിങ് ഒക്കെ പഠിച്ചു പോകാം. എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഓർമ്മയിലേക്ക് കീപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാട്ടോ, ജസ്റ്റ് വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ. ാണ് ക്ലിയർ ആണ് എല്ലാവർക്കും? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എന്താണ് CMSSന്റെ പ്രത്യേകതകൾ അല്ലെ, അതിന്റെ സവിശേഷതകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്, ഡു യു റിയലി തിങ്ക് യു ക്യാൻ സ്റ്റേ ഓൺ ടോപ്പ് ഓഫ് ഷിഫ്റ്റ് ഷെഡ്യൂൾസ് as a health and procurement, safety and compliance guidelines, inventory management, vendor management and contractor management while constantly balancing preventive maintenance with the workers and the patients' service requests in an already dynamic environment where a situation can change on you. അതായത് അതിൽ പറയുന്ന അല്ലെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു അല്ലെ, നമ്മൾ ഇതെല്ലാം കൂടി ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ്. അതായത് പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ അപ്ഡേഷൻസ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഒരു കാര്യം ചെയ്ത് അല്ലെ അവർക്ക് അത് തീർച്ചയായിട്ടും പരിഹരിച്ചൊക്കെ പോകാൻ തന്നെ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് എന്താണ് പ്രധാനം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തതനുസരിച്ചിട്ട് വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അസറ്റുകൾ അല്ലെ അത് നമ്മുടെ ആരോഗ്യപ്രദമായിട്ടും നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ സാധിക്കുമോ, എന്താണ് സുരക്ഷാ കാര്യങ്ങളെല്ലാം അല്ലെ ഗൈഡ് ലൈനിൽ പറയുന്ന രീതിയിൽ തന്നെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പാലിക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് അതെല്ലാം തന്നെ എന്താണ് നമ്മുടെ CMMS വഴിയൊക്കെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ, അതേമാതിരി തന്നെ വെണ്ടർ മാനേജ്മെന്റ്. എന്താണ് വെണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? വിൽപ്പന മാനേജ്മെന്റ് അല്ലെ, നമുക്ക് വിതരണം ചെയ്യണം, നമ്മുടെ സർവീസ് വിതരണം ചെയ്യണം, അത് നല്ല രീതിയിൽ വിതരണം ചെയ്യാനൊക്കെ സാധിക്കും. കോൺട്രാക്ടർ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടു, കോൺട്രാക്ടർ മാനേജ്മെന്റ് അതെല്ലാം തന്നെ അല്ലെ. നമുക്കറിയാം എന്തെങ്കിലും ഡിഫോൾട്ടുകളൊക്കെ വരുമ്പോൾ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു CMMSൽ നമ്മൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ വഴി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ബാലൻസിങ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് വിത്ത് വർക്കേഴ്സ് ആൻഡ് പേഷ്യൻസ് സർവീസ് റിക്വസ്റ്റ്. അതായത് പേഷ്യന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അവര് ആവശ്യപ്പെടുന്ന രീതിയിൽ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞു അല്ലെ, അവരെ റിക്വസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും സേവനങ്ങൾ അവർക്ക് ആവശ്യമാണെങ്കിൽ അത് ഉൾപ്പെടുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഡൈനാമിക് ആയിട്ടുള്ള അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ചലനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ട്
ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് പോകണം അല്ലെ. നമ്മള് ഹോസ്പിറ്റലിൽ പണിതിട്ടിട്ട് അവിടെ പേഷ്യൻസ് വരണമെങ്കിൽ തീർച്ചയായിട്ടും കാലാനുസൃതമായിട്ട് നന്നായിട്ട് തന്നെ പോകണം, എങ്കിൽ മൂവ്മെന്റ് നടത്തണം. അപ്പൊ അതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത് CMMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ചേഞ്ചസ് അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് ആരെ കൊണ്ട്, ഏത് സോഫ്റ്റ്വെയറിനെ കൊണ്ട് സാധിക്കും? CMMS എന്ന സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. മോളിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. സാധിക്കുമോ എന്നുള്ള ഒരു മൈൻഡിലേക്ക് മെയിൻ ചെയ്ത് നെക്സ്റ്റ് പാരഗ്രാഫിലും പ്രതിപാദിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. You need a modern software solution like Limbal that will help you automate organized streamline for all maintenance related activities. അതായത് നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഇപ്പോ പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതേമാതിരി തന്നെയുള്ള സോഫ്റ്റ്വെയർ ഇപ്പൊ പ്രൈസിന്റേതായിട്ടുള്ള ഒരു ഇതുകൾ അല്ലെ, കറക്റ്റ് ആയിട്ട് നമുക്കറിയാം എന്ത് സേവനങ്ങളും എന്ത് സാധനങ്ങളൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. നമ്മള് ഹോസ്പിറ്റലില് ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ സേവനം മാത്രമല്ല, എക്യുപ്മെന്റ് അവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്, മെഡിസിൻസ് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റേതായിട്ടുള്ള കുറെ അല്ലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വിധേയമാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം പ്രൈസ് അല്ലെ, നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അപ്പൊ ലിംബിൾ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രൈസിന്റെ ആ ഒരു വേരിയേഷൻസ് ഒക്കെ നമുക്കറിയാം. പല പുറത്ത് ഇന്ത്യൻ ചികിത്സാ രീതിയിലുള്ള വേരിയേഷൻ ആയിരിക്കും. ഇവിടെ ഇത്രയും എമൗണ്ട് ആണ് ഈ ഓരോന്നിനും നമ്മൾ മേടിക്കുന്നത് അല്ലെ. അതൊക്കെ തിരിച്ചറിയാനായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് അത് തിരിച്ചറിയാനായിട്ടും സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പൊ അതും നമുക്ക് ആ സോഫ്റ്റ്വെയർ പല പല സോഫ്റ്റ്വെയറുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ചിട്ട് കമ്പോള നിലവാരം അനുസരിച്ചിട്ടുള്ള ഓരോ സോഫ്റ്റ്വെയറുകളൊക്കെ എല്ലാം തന്നെ എന്താണ് മാർക്കറ്റിൽ ലഭ്യമായ രീതിയിൽ തന്നെ ഹോസ്പിറ്റലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല കാര്യക്ഷമമായിട്ടും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടും വിനിയോഗിക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. As an added bonus, having all the maintenance data in one place will help you track cost and find sensible cost cutting measures. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് കോസ്റ്റിന്റെ കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ, നമ്മളിപ്പോ ഒരു പ്ലേസിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാ വില നിയന്ത്രണ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ എന്താണ് ഒരു ട്രാക്ക് ഉണ്ട് അല്ലെ, കോസ്റ്റുകളൊക്കെ പ്രത്യേകം തന്നെ കണ്ടെത്താനൊക്കെ ആയിട്ട് ഒരു വഴിയുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് കോസ്റ്റ് കട്ടിംഗ് മെഷർ ഇംപ്രൂവ്മെന്റ് ദാറ്റ് ക്യാൻ റിമൂവ് സം ബർഡൻ ഫ്രം യുവർ ഓപ്പറേഷണൽ ബഡ്ജറ്റ്. അപ്പൊ ബഡ്ജറ്റ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാനായിട്ടും അല്ലെ ആവശ്യമുള്ളതിനൊക്കെ കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് മെയിൻ്റെനൻസ് ഡാറ്റ ഇൻ വൺ പ്ലേസിൽ വരുമ്പോൾ അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് വരുന്നത്? ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ കോസ്റ്റുകൾ അല്ലെ, ട്രാക്ക് കോസ്റ്റ് ആൻഡ് ഫൈൻഡ് സെൻസിബിൾ കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ്. ഇത് സെൻസിബിൾ ആയിട്ട് നമുക്ക് കോസ്റ്റുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനും എന്താണ് ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാനും പുതിയ അല്ലെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. വൺ കോസ്റ്റ് ട്രാക്ക് വരുമ്പോൾ വൺ പ്ലേസിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ലിംബിൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് അനലൈസ് ചെയ്യാൻ, കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനും എന്തെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനും ഇതിനെന്താണ് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചത് CMMS-നെ കുറിച്ച്, അതിന്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് പഠിച്ചു, അതിന്റെ ആ സോഫ്റ്റ്വെയറിന്റെ ആ ഗുണങ്ങൾ വശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. അതേമാതിരി തന്നെ പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ ഉപയോഗ രീതിയും നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് റിക്രൂട്ട് ട്രെയിൻ എ സ്കിൽഡ് മെയിൻ്റനൻസ് ടീമാണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കേണ്ടതുണ്ടോ? പാരഗ്രാഫ് വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് ഇത്രയും ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുക. വൺ പ്ലേസ് വിൽ ഹെൽപ് യു ട്രാക്ക് കോസ്റ്റ് ആൻഡ് ഫൈൻഡ് സെൻസിബിൾ കോസ്റ്റ് കട്ടിംഗ് മെഷർ. In case
അത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞ ബർഡൻ ആയിട്ടുള്ളതിനെ ഒഴിവാക്കാം എന്നൊക്കെ ഉള്ളതുണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മനസ്സിലാക്കി പോകാം. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബഡ്ജറ്റ് മാനേജ്മെന്റ്, കോൺട്രാക്ടർ മാനേജ്മെന്റ്, അല്ലെ, MRO, ഇൻവെന്ററി, സപ്ലയർ മാനേജ്മെന്റ്, ഇതെല്ലാം എന്തിന്റെ ഫീച്ചേഴ്സ് ആണ്? ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, CMMSന്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സിന്റെ ഇങ്ങനെ വരുമ്പോഴുണ്ടാവുന്ന ഗുണം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? അതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ടെത്താനും ക്ലിയർ ഔട്ട് ചെയ്യാനും സാധിക്കും. അതാണ് ഇത്രയും ഇതിൽ നിന്നും പ്രധാനമായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് രണ്ട് അബ്രിവേഷൻസ് പറഞ്ഞു ഞാൻ. അതും ജസ്റ്റ് റയറായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും, എങ്കിൽ കൂടി അത് നോട്ട് ചെയ്ത് വെക്കാം. MRO എന്നുള്ളത് മെയിൻ്റനൻസ്, റിപ്പയർ, ഓപ്പറേഷൻ, അതും നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബേസിൽ നമുക്ക് അത്രയാണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. റിക്രൂട്ട് ട്രെയിൻ സ്കിൽഡ് മെയിൻ്റനൻസ് ടീമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ കണ്ടു അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം. ഇത് സ്കില്ലായിട്ടുള്ള പേഴ്സൺസ് ആണ് കൈകാര്യം ചെയ്യുന്നെങ്കിലാണ് നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ആ ഒരു സിസ്റ്റം അല്ലെ, ആ ഒരു സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക്, അതിന്റെ നല്ല ഒരു അല്ലെ, അതിന്റെ ഒരു നല്ല കഴിവുള്ള വ്യക്തികൾക്ക്, സ്കില്ലായിട്ടുള്ള പേഴ്സൺസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അതിന്റെ ഗുണങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്. റിക്രൂട്ട് ട്രെയിൻ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം, അതായത് വിദഗ്ധരായ മെയിൻ്റനൻസ് ടീമിനെ പരിശീലിപ്പിക്കുക അല്ലെ, അവരെ അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. യു ക്യാൻ അവോയ്ഡ് എ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, ഹെഡേക്സ്, ടെക്നിക്കൽ ഇഷ്യൂസ്, ലയബിലിറ്റി ക്ലെയിംസ് ആൻഡ് regulatory fines by investing time and effort into recruiting and building a competent maintenance workforce. അതായത് നമ്മളിങ്ങനെ ഒരുപാട് അല്ലെ ഈ ഒരു മെയിൻ്റനൻസ് അറ്റകുറ്റം എല്ലാ കാര്യത്തിലും അറ്റകുറ്റപ്പണി ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യം മനസ്സിലായി അല്ലെ. ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും, അസറ്റിന്റെ കാര്യത്തിലാണെങ്കിലും, തൊഴിലാളികളുടെ കാര്യത്തിലാണെങ്കിലും, എക്യുപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് തന്നെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ട് പോകും അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് ഇല്ല എങ്കിൽ എന്താ പറയാ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയാണ് അല്ലെ. കാരണം എന്താണ്, അവർക്ക് എല്ലാ കാര്യങ്ങളും ലയബിലിറ്റി, ഒരുപാട് കടങ്ങളൊന്നും വിടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ എന്താണ്, എല്ലാത്തിൽ നിന്നും പെർമിഷൻ ഒന്നും കിട്ടാൻ സാധിക്കില്ല അല്ലെ. ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോൾ അവർക്ക് പെർമിഷൻ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസിനെ ഹോസ്പിറ്റലുകാരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? അപ്പൊ നമ്മള് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മെയിൻ്റനൻസ് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. റിക്രൂട്ടിംഗ് ആൻഡ് ബിൽഡിംഗ് എ കോമ്പിറ്റന്റ് മെയിൻ്റനൻസ് വർക്ക് ഫോഴ്സ്, അവരെ നിയമിക്കുകയാണെങ്കിൽ അല്ലെ, ആ ഒരു പ്രോബ്ലംസ് ഈ പറഞ്ഞോണം എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ തലവേദനകൾ അല്ലെങ്കിൽ ലയബിലിറ്റി ക്ലെയിംസുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസുകളൊക്കെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അത് ആ മെയിൻ്റനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നിയമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ആ ഒരു പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്യാം. കാരണം എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ള ഒരു രീതി വരുമ്പോൾ നമുക്ക് മസ്റ്റായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കും. എന്താണ് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ നിയമിക്കുമ്പോൾ അല്ലെ. അപ്പൊ എഫേർട്ട് ഇൻ ടു റിക്രൂട്ടിംഗ് ആൻഡ് ബിൽഡിംഗ് എ കോമ്പിറ്റന്റ് മെയിൻ്റനൻസ് വർക്ക് ഫോഴ്സ്, അവരിലൂടെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നത്. ആ ഒരു പോയിന്റ് ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് നോട്ട് ചെയ്യാം. ചോദ്യം വരുന്ന രീതി എന്താണെന്ന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? For more information, read our guide on how to establish an effective maintenance training program. It is geared towards manufacturers, but most of the advice can be applied in any industry. അതായത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അല്ലെ നല്ലതായിട്ട് എഫേർട്ടായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഇവരെന്താണ് ഒരുപാട് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും അല്ലെ. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്കറിയാം പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവര് എന്താണ് ആ ഗൈഡ് ലൈൻസിലേക്ക് വരുത്തണം അല്ലെ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പുതിയ പുതിയ അറിവുകൾ എന്താണ് കണ്ടെത്തേണ്ടതൊക്കെ ആയിട്ട് വരും അല്ലെ. നമുക്കറിയാം
ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിലേക്ക് കടക്കണമെങ്കിൽ എന്താണ് അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് അല്ലെ ഈ ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാര് പ്രാവർത്തികമാക്കേണ്ടതായിട്ട് വരും. ഫോർ മോർ ഇൻഫോർമേഷൻ അല്ലെ മോർ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് റീഡ് അവർ ഗൈഡ് ഓൺ ഹൗ ടു എസ്റ്റാബ്ലിഷ് ആൻ എഫക്റ്റീവ് മെയിൻ്റനൻസ് ട്രെയിനിങ് പ്രോഗ്രാം. അങ്ങനെ വരുമ്പോൾ നല്ല കാര്യക്ഷമമായിട്ടുള്ള മെയിൻ്റനൻസ് ട്രെയിനിങ്ങിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. It is geared toward manufacturers, but most of the advice can be applied in any industry. ഏത് വ്യവസായ സംരംഭങ്ങളിലാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയുള്ള അഡ്വൈസുകൾ അല്ലെ ഉപദേശക സമിതിയുടെ കാര്യങ്ങളൊക്കെ അവര് ചോദിച്ചറിഞ്ഞ് അല്ലെ ആദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തൊക്കെയാണ് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ. അത് തന്നെയാണ് ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സോഫ്റ്റ്വെയറിൽ കാണുന്ന രീതിയിലുള്ള മാറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ അവരോട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞൊക്കെ ആയിരിക്കണം പരിഹരിച്ച് പോവേണ്ടത്. നമുക്കറിയാം അഡീഷണൽ തൊഴിലാളികൾ നിയമിക്കുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അല്ലെങ്കിൽ പുതിയൊരു എക്യുപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്ലേസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെ അധികമായിട്ട് തൊഴിലാളികൾ നിയമിക്കേണ്ടതുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി നന്നായി തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ ശ്രദ്ധിച്ച് അല്ലെ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കിൽഡ് പേഴ്സൺസ് ആണ് ഇതെല്ലാം ഓരോന്നോരോന്ന് 1 by 1 ആയിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് 6 ബെസ്റ്റ് പ്രാക്ടീസസ് ടു ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ്. അതായത് നമ്മളുടെ ഒരു അല്ലെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. എന്താണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ. എക്യുപ്മെന്റിന്റെ കാര്യം കണ്ടു, പിന്നെ CMS ഉൾപ്പെടുത്തേണ്ട കാര്യമൊക്കെ കണ്ടു. അതേപോലെ തന്നെ ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ്, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ബിൽഡിംഗ് അല്ലെ ആ ബിൽഡിങ്ങിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട 6 ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് പ്രധാനമായിട്ട് പറയുന്നത്. നോക്കാം എന്താന്നുള്ളത്. Often hospital maintenance teams struggle to achieve complete transparency regarding their assets, location and histories. അതായത് നമുക്കറിയാം മിക്കപ്പോഴും അല്ലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ അസറ്റ് അല്ലെ. നമുക്ക് ഫണ്ട് എന്തായാലും വേണം ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് പോകണമെങ്കിൽ അല്ലെ. അതേമാതിരി തന്നെ മതിയായ ലൊക്കേഷൻ വേണം. അതേമാതിരി തന്നെ അതിന് നല്ലൊരു പേര് അല്ലെ നേരത്തെ കൂട്ടിയുള്ള സ്റ്റാൻഡേർഡ് പേര്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് അതിൻ്റെതായ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പേരൊക്കെ വേണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയെന്ന് വരില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതാണ് പറയാം ഓഫൻ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ടീം സ്ട്രഗിൾ ടു അച്ചീവ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി റിഗാർഡിംഗ് ദെയർ അല്ലെ ഈ അസറ്റിനെ കുറിച്ചിട്ടോ ലൊക്കേഷനെ കുറിച്ചിട്ടോ ഹിസ്റ്ററീസിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. Without an accurate asset inventory and digital floor plans, maintenance programs are more challenging to implement the less effective. അപ്പൊ ഇത്തരത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അല്ലെ അക്യുറേറ്റ് ആയിട്ട് നമുക്കറിയാം കറക്റ്റ് ആയിട്ടുള്ള അസറ്റിന്റെ കാര്യങ്ങളോ അതല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ചില ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഓക്കെ, വലിയ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം. ഹോസ്പിറ്റലിലെ എല്ലാത്തിലും ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കും അല്ലെ. ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി, ഗൈനക്കോളജി അങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ്. അപ്പൊ അത് കണ്ടെത്തുക എന്ന് പറയുന്നത് അല്ലെ നമുക്ക് അറിയാം പേഷ്യൻസിനെ സംബന്ധിച്ചൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവത്തില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഇത്രയും വലിയ ആസ്തിയെ അത് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അല്ലെ എല്ലാവരെയും സംബന്ധിച്ചും അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പറയാണ് മോർ ചാലഞ്ചിങ് ടു ഇംപ്ലിമെന്റ് ആൻഡ് ലെസ് എഫക്റ്റീവ്. അവരെ സംബന്ധിച്ച് ഇങ്ങനൊരു കറക്റ്റ് കാര്യങ്ങളില്ല എങ്കിൽ അത് കാര്യക്ഷമമായിട്ട് തന്നെ അല്ലെ ലെസ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അല്ലെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കില്ല.
do this an essential part of the planning and the implementation of your hospital's maintenance program is data reliability. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വസ്തമായ രീതിയിലുള്ള ഡാറ്റാസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില ഹോസ്പിറ്റലൊക്കെ അറിയുമ്പോൾ അല്ലെ അവര് ഡിജിറ്റൽ ബേസ് ചെയ്തിരുന്ന എഫ് ബ്ലോക്ക് ഡി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ അവര് പറയാറുണ്ട് ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അത് ഏത് ബ്ലോക്കാണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തരുമ്പോൾ നമുക്ക് ഓക്കെ അത് ആ ഒരു ബ്ലോക്കാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അത് ഡിജിറ്റലൈസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിലാണ് അതുകൊണ്ട് കൂടുതൽ അല്ലെ എല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലും അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു അല്ലെ കൃത്യമായിട്ട് അതിന്റെ അസറ്റ്സും ലൊക്കേഷൻ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ടീമിന്റെ പ്രധാനപ്പെട്ട ചലഞ്ച് സ്ട്രഗിൾ എന്താന്ന് പറയുമ്പോൾ ടു അച്ചീവ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി റിഗാർഡിംഗ് ദെയർ അസറ്റ്സ് ലൊക്കേഷൻ ആൻഡ് ഹിസ്റ്ററീസ്. അത് എന്താന്നുള്ളത് കണ്ടെത്താൻ സാധിക്കാത്തത് വളരെ പ്രധാനപ്പെട്ട സ്ട്രഗിൾ ആണ്. ഞാൻ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചലഞ്ച് ആയിട്ട് പറയുന്നത് അല്ലെ. ആ ചലഞ്ചസിന്റെ ഒരു ചോദ്യമായിട്ടാണ് അവിടെ കാണാറുള്ളത്. എന്താണ് പ്രധാനപ്പെട്ട ഒരു ചലഞ്ചസ് എന്നുള്ള കാര്യം തന്നെ. ഞാൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആവും. റിഗാർഡ്ലെസ് ഓഫ് യുവർ മെയിൻ്റെനൻസ് സ്ട്രാറ്റജി കൺസിഡർ how your hospital system's maintenance strategy aligns with the following best practice and where you can improve. അതായത് നമ്മൾ നന്നായിട്ട് ഏത് രീതിയിലാണ് അത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കുക അല്ലെ. അപ്പൊ ഹോസ്പിറ്റലുകാര് ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് അല്ലെ എന്തെങ്കിലും വിന്യസിക്കാനായിട്ട് നമ്മളിപ്പോ പറഞ്ഞ മാതിരി എഫ് ബ്ലോക്ക് എന്നോ ഡി ബ്ലോക്ക് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് ഉള്ള രീതിയിൽ തന്നെയാണ് ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു എന്താണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ് അതിന്റെ ആ ഒരു റിലയബിലിറ്റി, അതിന്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത്. ആ പ്ലാനിങ് ചെയ്യുമ്പോൾ ഈ ഒരു വിശ്വസ്തയോട് കൂടിയിട്ട് പേഷ്യൻസിനൊക്കെ അവിടെ ചെല്ലാനും അവിടെ ഉദ്ദേശിച്ച രീതിയിൽ സേവനം നേടിയെടുക്കാനായിട്ട് സാധിക്കണം അല്ലെ. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ടാണ്. ആ ഒരു നെക്സ്റ്റ് ആ പാരഗ്രാഫിന്റെ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് പോയിന്റ് നോക്കാം. An essential part of the planning and the implementation of your hospital's maintenance program is data reliability. എപ്പോഴും ഡാറ്റാസിന്റെ വിശ്വസ്തയോട് കൂടിയിട്ട് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഈ ഒരു ചലഞ്ചസിനെ നമുക്ക് ഒഴിവാക്കുന്നത്. കേസ് നമുക്കറിയാം അതിന്റെ ആ ഒരു ഇത് വിശ്വാസ്യമായിട്ട് തന്നെ അവര് നിർദ്ദേശിക്കണമെന്നില്ല. ഇപ്പൊ അസറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം മൂലധനം എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു അപ്ഡേറ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ കേസ് അതല്ല എങ്കിൽ അല്ലെ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ഒരു റിലയബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് കൂടുതലായിട്ട് അവർക്ക് അത് വിനിയോഗിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു ആത്മവിശ്വാസം ഉറവാക്കി കൊടുക്കേണ്ടതാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. അതേമാതിരി തന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്.
ഈ ചലഞ്ചസില് പ്രധാനമായിട്ടും പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് അല്ലെ. നമ്മളിപ്പോ ഇൻവെന്ററി നമുക്കുള്ള അസറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ നമുക്ക് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ സുതാര്യമായിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ലഭ്യമാക്കണം. ഹോസ്പിറ്റലുകാർക്ക് തന്നെ ലഭ്യമാക്കിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർക്ക് ഏത് ബ്ലോക്ക് ആണോ നമുക്ക് മെയിൻ്റെനൻസ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണോ ഈ അസറ്റ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് തന്നെ കിട്ടിയാൽ മാത്രമാണ് മെയിൻ്റെനൻസ് ടീമിന് ഓക്കെ ആ ബ്ലോക്കിലാണ് മെയിൻ്റെനൻസ് നടത്തേണ്ടത് അല്ലെ. അവിടേക്ക് ആവശ്യമായിട്ടുള്ള അസറ്റ് ഇവിടെ ഉണ്ട്, അതിനാവശ്യമായിട്ടുള്ള മൂലധനം ഓക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും ഈ മെയിൻ്റെനൻസ് ടീമിന്റെ മുമ്പിൽ ലഭ്യമാക്കണം. ഓക്കെ, അപ്പൊ ഓരോ ബ്ലോക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, അതിന്റെ മെയിൻ്റെനൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നത് മെയിൻ്റെനൻസ് വർക്കിനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ മെയിൻ്റെനൻസ് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ബ്ലോക്കാണ്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൂലധനം എത്രത്തോളമാണ്, അത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ അല്ലെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് ഇല്ലാതെ വരുമ്പോഴാണ് അത് ചലഞ്ചായിട്ട് വരുന്നത്, വെല്ലുവിളിയായിട്ട് വരുന്നത്. അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് റിലയബിലിറ്റി കൊണ്ടാണ് അല്ലെ. വിശ്വാസ്യമായ ഡാറ്റ നൽകിക്കൊണ്ടാണ് ആ ഒരു വെല്ലുവിളിയെ നേടിയെടുക്കുക അല്ലെ, മറികടക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? എനിക്ക് തന്നെ പറഞ്ഞു പോയപ്പോ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷന്റെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോ എന്തായാലും ക്ലിയർ ആയി കാണും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക. അവിടെ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചലഞ്ചസ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് അല്ലെ. ഡാറ്റ റിലയബിലിറ്റി കൊണ്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും. ചലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ടില്ലാത്ത അസറ്റ്സിന്റെയും ലൊക്കേഷന്റെയും ഹിസ്റ്ററീസിന്റെ ഒക്കെ കൃത്യമായിട്ടില്ലാത്ത അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ടു അച്ചീവ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി റിഗാർഡിംഗ് ദെയർ അസറ്റ്സ്, ലൊക്കേഷൻ ആൻഡ് ഹിസ്റ്ററീസ്, അതാണ് ചലഞ്ചസ് ആയിട്ട് വരുന്നത്. അതിനെങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുന്നത്? നല്ല ഡാറ്റ റിലയബിലിറ്റി കൊണ്ട് മറികടക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ്. ഇവിടെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന, ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ജസ്റ്റ് ആ ബ്ലോക്കുകൾ തിരിച്ചിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. എന്താണ്? ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ്സ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻ. പിന്നെ എന്താ പറയുന്നത് അല്ലെ, ഇതില് നോക്കാം. ഫോർ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റംസ് യു നീഡ് എ സിംഗിൾ ട്രൂത്ത് ഫോർ ഓൾ ഹെൽത്ത് കെയർ മെയിൻ്റെനൻസ് ഓപ്പറേഷൻസ്. ഇവിടെ എത്രത്തോളം മൾട്ടി ഹോസ്പിറ്റലിന്റെ സിസ്റ്റംസ് നമുക്കറിയാം. ഡിപ്പാർട്ട്മെന്റും കൂടിയ ഒരു സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിന്റെ ഓപ്പറേഷന് അല്ലെ എപ്പോഴും നമുക്ക് അതിൻ്റെതായ ഒരു മൂല്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലേക്ക് തന്നെ അത് തിരിച്ച് അല്ലെ നമുക്ക് മനസ്സിലാക്കാൻ തക്ക വിധത്തില് മെയിൻ്റെനൻസ് ഓപ്പറേഷൻ ഒക്കെ നടത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് അവർ പറയുന്നത്. Then whether you have a CMMS integrated with machine learning and business intelligence software, or you are connecting everything into maintenance programs, must be informed by your environment's historical data. അതായത് നമ്മൾ കണ്ടു ഹോസ്പിറ്റലിൽ അല്ലെ, നമ്മൾ രണ്ട് രീതിയിൽ CMMS വഴി നമുക്ക് സോഫ്റ്റ്വെയർ, ആ ഒരു സോഫ്റ്റ്വെയർ വഴിയാകുമ്പോൾ പല കാര്യങ്ങളും അതിലൂടെ ഇത് കാണിക്കും അല്ലെ. എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് എന്തായാലും അതിൽ കൃത്യമായിട്ട് തന്നെ കാണിച്ചിരിക്കും. ഇത് ഇൻ കേസ് വേറെ ഏതെങ്കിലും രീതിയിൽ അല്ലെ, ഓർ യു ആർ കണക്ടിങ് എവറിത്തിങ് ഇൻ ടു എ മെയിൻ്റെനൻസ് പ്രോഗ്രാം, ഇൻ കേസ് മെയിൻ്റെനൻസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ആ സോഫ്റ്റ്വെയർ അല്ലാതെ മെയിൻ്റെനൻസ് പ്രോഗ്രാം എന്നുള്ള രീതിയിലൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നെങ്കിൽ അവിടെയും നമുക്ക് എന്താണ് കൃത്യമായിട്ട് അറ്റകുറ്റപ്പണികൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണോ നമുക്ക് യോജിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാ ഇൻഫോർമേഷൻസും എന്താണ് അവിടെ അപ്ഡേഷൻ നടത്തിയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മൂവ്മെന്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ.
അത് CMMS സോഫ്റ്റ്വെയർ ആയിട്ടാണെങ്കിലും അല്ലാതെ നമ്മുടെ മെയിൻ്റെനൻസ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാണെങ്കിലും ഈ മെയിൻ്റെനൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. In the absence of accurate data, you may face the risk of. കേസ് നമുക്കറിയാം ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെ, കൃത്യത ഇല്ലാത്ത ഡാറ്റ ആണെങ്കിൽ ഒരുപാട് പ്രോബ്ലത്തിനൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുണ്ട്. അപ്പൊ നമുക്കറിയാതെ തന്നെ നമ്മൾ താഴെ പറയുന്നുണ്ട് പോയിന്റ്സ്. ഇൻ കേസ് നമുക്ക് അതറിയാതെ തന്നെ നമുക്കറിയാം ആക്യുറേറ്റ് അല്ലാത്ത ഡാറ്റ ആണെങ്കിൽ ഒരുപാട് അല്ലെ, ഒരു ബ്ലോക്കിൽ പോയി ചിലപ്പോൾ ആ ബ്ലോക്കിൽ എല്ലാം മെയിൻ്റെനൻസ് നടത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമുക്കത് എററാണ് അല്ലെ, അല്ലെങ്കിൽ അഡീഷണൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചിലതൊക്കെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും. എന്താണ്, ചിലപ്പോൾ അതിന് മതിയായ ഫണ്ട് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അതെല്ലാം ആ ഡാറ്റാസ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കും എങ്കിൽ മാത്രമാണ് ആ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ മുറ പോലെ നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആക്യുറസി കുറവുള്ള കാര്യങ്ങളിൽ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പ്ലസ് വൺ പറയുന്നത് ഫെയിലിംഗ് കംപ്ലൈൻസ് ഇൻസ്പെക്ഷൻസ് ദാറ്റ് ഇന്റർഫയർസ് ആൻഡ് റിസ്ക് യുവർ ഹോസ്പിറ്റൽസ് അക്രഡിറ്റേഷൻസ്. നമുക്കറിയാം മതിയായ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ ചിലപ്പോൾ ഇൻസ്പെക്ഷന് വരുമ്പോൾ ഫൈൻ അടയ്ക്കണമെന്ന് പറയും. ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ അധികാരികളൊന്നും പെർമിഷൻ തന്നെന്ന് വരില്ല അല്ലെ. ഹോസ്പിറ്റലിന്റെ അത്തരം കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ചിലപ്പോൾ പെർമിഷൻ കൊടുത്തെന്ന് വരില്ല. എന്താണ് ഫോർഗെറ്റിംഗ് to implement a PMI or a maintenance or on assets that later fail and cause the critical business disruption. അതായത് നമുക്ക് തടസ്സപ്പെടുത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തില്ല എങ്കിൽ PMI എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ആണ്. പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ആണ്. പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷനിൽ നമ്മൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു CMIയിലോ അല്ലെങ്കിൽ പ്രോഗ്രാം വഴിയോ ഒക്കെ മെയിൻ്റെനൻസ് പ്രോഗ്രാം വഴിയൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് നടത്താം. പക്ഷെ കറക്റ്റ് ആയിട്ട് തന്നെ ഇൻഫോർമേഷൻസ് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻഫോർമേഷൻസ് ഒന്നും കൊടുത്തില്ല എങ്കിൽ എന്താണ് അസറ്റ്സുകൾ അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാകും സമയം വൈകി പോയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് എന്താണ് ലേറ്റർ ഫെയിൽ അല്ലെ, നമ്മൾ സമയം വൈകിയാണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ബിസിനസിന്റെ ആ പ്രവർത്തനത്തിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും അല്ലെ, നിർണായകമായിട്ടുള്ള പ്രവർത്തനത്തിനെ അത് കാര്യമായിട്ട് ബാധിച്ചെന്ന് വരും. നമുക്കറിയാം ചിലപ്പോൾ മഴക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിലേ വന്നു കഴിഞ്ഞിട്ട് വേനൽക്കാലത്ത് അത് ചെയ്യാൻ വെച്ചിട്ട് കാര്യമുണ്ടോ അല്ല. കാരണം ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് സർവീസ് കൊടുക്കേണ്ട സമയം ചിലപ്പോൾ ആ ഒരു സീസണിലായിരിക്കും അല്ലെ, ട്രെയിനിങ് സീസണിലാണ് ആ സേവനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ടൈം ടു ടൈമിൽ തന്നെ നമ്മൾ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതുണ്ട്. Spending unnecessary resources on an inventory when you had what you needed all along. അതായത് ആവശ്യമുള്ളപ്പോൾ തന്നെ അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അനാവശ്യ റിസോഴ്സസുകളൊക്കെ ചില ഹോസ്പിറ്റലിൽ അറിയാം, ചില ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ വേണ്ടാത്ത കുറെ റിസോഴ്സുകളൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് ഉപകാരം ഉണ്ടാവോ? സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇല്ല. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അൺനെസസറി റിസോഴ്സസ് ഓൺ ഇൻവെന്ററി വെൻ യു ഹാഡ് വാട്ട് യു നീഡഡ് ഓൾ അലോങ്. നിന്റെ നാളത്തേക്ക് ആവശ്യമുള്ളത് ചെയ്യാനായിട്ടൊക്കെയാണ് ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് അല്ലെ. അൺനെസസറി ആയിട്ടുള്ള ഉപയോഗം, ഈ വിഭവങ്ങളുടെ ഉപയോഗം ഒഴിവാക്കേണ്ടതാണ്. എന്താണ് ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് യുവർ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് വിത്തൗട്ട് ദ അക്യൂട്ട് CAD ഡ്രോയിങ്സ്. CAD ഡ്രോയിങ്സ് എന്ന് പറയുന്നത് CAD എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസിൽ അല്ലെ, കമ്പ്യൂട്ടറിൽ തന്നെ വെച്ച് നോക്കിയിട്ട് എവിടേക്കാണ് ഭേദഗതികൾ വരുത്തുക എന്നൊക്കെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പക്ഷെ അവിടെ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടാണ് അത് യൂട്ടിലൈസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാം റോങ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും, തെറ്റായ റിസൾട്ട് ആയിരിക്കും അതുകൊണ്ട് കിട്ടുന്നത് അല്ലെ. ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് യുവർ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ സ്പേസ് വിത്തൗട്ട് ആക്യുറേറ്റ് CAD ഡ്രോയിങ്സ്. നമ്മുടെ കമ്പ്യൂട്ടറൈസിലൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും, പക്ഷെ പണ്ട് വരുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും മോശമുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടൊക്കെ ചെയ്ത് വരുന്ന ഡിസൈനുകളൊക്കെ അതേപോലെ തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുമുണ്ട് അല്ലെ.
ചിലപ്പോഴൊക്കെയാണ് ഇത് എന്താണ് ചിലപ്പോ ഇങ്ങനെ അധികമായിട്ട് അല്ലെ നല്ല ഭംഗിയായിട്ടൊക്കെ കാണിക്കും. പക്ഷെ അതിന്റെ ഉപയോഗം ചിലപ്പോ കുറവായിരിക്കും അല്ലെ. കാണാനായിട്ടുള്ള ഭംഗി ചിലപ്പോ വേണമെങ്കിൽ ഉപയോഗത്തിന് ചിലപ്പോ പെട്ടെന്ന് വരില്ല. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഉപയോഗം കൂടുതലായിട്ട് വേണ്ടി വരുന്നത് അല്ലെ. ഭംഗിയേക്കാൾ കൂടുതൽ സർവീസ് അവിടെയുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതിന് അനുസൃതമായുള്ള രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. Then if your building documentation is out of data or missing, it's important to update existing drawings and create missing or non-existent drawings. അതായത് നമുക്കിപ്പോ നിലവില് അല്ലെ നിലവിലെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കാൻ ചിലപ്പോ ആണെങ്കിൽ അത് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചില സ്ഥലത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ പെർമിഷനൊക്കെ കിട്ടുകയുള്ളൂ. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഇന്ന സ്ഥലത്തൊക്കെ ആയിരിക്കണം മറ്റുള്ളവർക്കൊക്കെ അല്ലെ എൻവയോൺമെന്റിലൊക്കെ പൊല്യൂഷനായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. ഈ ഡിസൈനൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർമിഷനായിട്ട് കിട്ടിയാൽ മാത്രമാണ് ഹോസ്പിറ്റലുകാർക്ക് ബിൽഡിങ് അത് മെയിൻ്റനൻസ് ആണെങ്കിൽ നടത്തിക്കൊണ്ട് പോകാനൊക്കെ സാധിക്കുള്ളൂ. അഡീഷണൽ മെയിൻ്റനൻസ് കൂടുതലൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പെർമിഷനൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ if your building documentation is out of date or missing, in case out of dateലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ it's important to update existing drawings and create a missing or non-existent drawings. അപ്പൊ ഡ്രോയിങ് ഒക്കെ രൂപകൽപ്പന ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിലവിലുള്ള അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. The final drawings should represent your building is into actual as a built state. അതായത് നിലവില് അല്ലെ യഥാർത്ഥത്തില് നമുക്ക് പ്രതിനിധീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കണം അവസാനം നമ്മൾ ഡിസൈൻ ചെയ്ത് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവസാനത്തില് അല്ലെ നല്ല രീതിയിൽ പെർമിഷൻ കിട്ടുന്ന തരത്തിൽ തന്നെ ബിൽഡിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മള് തോന്നിയ മാതിരി അവരോടൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് ഇൻസ്പെക്ഷന് വരുമ്പോൾ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നും പെർമിഷൻ തന്നിന്ന് വരില്ല അല്ലെ. നമുക്കറിയാം ഇൻസ്പെക്ഷനൊക്കെ പുറത്തുനിന്ന് അല്ലെ എല്ലാവരുടെയും എല്ലാം ശരി നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. സ്റ്റേറ്റിന്റെയും ഫെഡറലിന്റെ ഒക്കെ പോളിസികൾക്കൊക്കെ നിയമങ്ങൾക്കൊക്കെ വിധേയമായിട്ട് തന്നെയായിരിക്കും ഹോസ്പിറ്റലുകളും കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പെർമിഷൻ കിട്ടാതെ നമുക്ക് ചെയ്ത് അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഇതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റലൈസ് യുവർ ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ് ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ് അല്ലെ. എന്ത് കോൺസിക്വൻസ് ഒക്കെയാണ് അതിന്റെ ഒരു രീതി. ആക്യുറേറ്റ് ഇതേമാതിരി തന്നെ മറ്റൊരു പോയിന്റ് ഈ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ആക്യുറേറ്റ് ഡാറ്റ എല്ലാം ഇല്ല എങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നമുക്ക് മെയിൻ്റെനൻസ് അല്ലെ നമ്മൾ നിർമ്മിച്ചു വരുമ്പോഴും പ്രശ്നം തന്നെയാണ്. അതുമായിട്ട് വരുന്ന പോയിന്റ്സ് ആണ് ജസ്റ്റ് നമ്മൾ കണ്ടത്. ആ ഒരു പോയിന്റ് അതുകൊണ്ട് തന്നെ അപ്ലൈൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കാം. എവിടെയെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കാം. ചെറിയ പോയിന്റ്സ് ആണ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? വേണ്ടല്ലേ, 1 മിനിറ്റ് കൂടി ഉള്ളൂ.
നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ എടുക്കാം. ഒന്നിച്ച് എടുത്ത് ബോറടിപ്പിക്കണ്ട. എന്തായാലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാമല്ലോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതി തന്നെ മതിയോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല മാം, ഇതുപോലെ തന്നെ പോയാ ജസ്റ്റ് ഇന്ന് എടുത്തത് ഒന്നാണ് ബീച്ചിലെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാമത് വായിച്ചു പോകുന്നതായിരിക്കട്ടെ പറ്റും. കാരണം ഒന്നിച്ച് വെക്കുമ്പോൾ എന്താന്നുള്ളത് മനസ്സിലാവില്ല. എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് പോകാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇത് നെക്സ്റ്റ് എന്റെ ക്ലാസ് വരുമ്പോൾ ചോദിക്കാം. അപ്പൊ നമുക്കത് എന്താന്നുള്ളത് ക്ലിയർ ചെയ്ത് പോകാനൊക്കെ സാധിക്കും. വായിക്കുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വരിക. തീർച്ചയായിട്ടും ഒന്നാമത് തന്നെ വായിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. Thank you, ma'am.